Hey everyone, it's me Rahul. Welcome to my Internex YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് മൂവ് ചെയ്യായിരുന്നു. ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ക്ലോസ്, ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഓപ്പൺ. അത് കഴിഞ്ഞ് മാർക്കറ്റ് നേരെ മുകളിലോട്ട് മൂവ് ചെയ്യായിരുന്നു. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് 24,600 622. ഇത് ഈ ഗ്രീൻ ക്യാൻഡിൽ, ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക്. ഇവിടെ വരികയാണെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ ഇവിടെ വരെ ട്രേഡ് ചെയ്യാം, ഈ ലോ വരെ ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് ഈ ലിക്വിഡിറ്റി വരെ ട്രേഡ് ചെയ്യാമെന്ന്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടുന്ന് റിയാക്ട് ചെയ്ത് താഴോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം മാർക്കറ്റ് രാവിലെ തന്നെ. സോ ആ ഏരിയ ഇതായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ ഏരിയ. നോക്കിയാൽ അറിയാം. ഇവിടെ നമുക്ക് 5 മിനിറ്റ്സിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. മാർക്കറ്റ് നേരെ രാവിലെ ആ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് വന്നു, ആ ബോക്സിനുള്ളിലോട്ട് മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ലൈക്ക് ദീസ് മാർക്കറ്റ് വന്നു. എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് തിരിഞ്ഞു എവിടെ വരെ, ഈ ലോ വരെ. മാർക്കറ്റ് ഈ ലോ വരെ. സോ ഒരു സൂപ്പർ പെർഫെക്റ്റ് എന്ത് ട്രേഡായിരുന്നു നമുക്ക്. അതായത് നമ്മൾ വരച്ച് വെച്ച പോലെ മാർക്കറ്റ് മൂവ് ചെയ്തു എന്ന് പറയാം. ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് മാർക്കറ്റ് നമ്മൾ വരച്ച് വെച്ച് അതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഈ ലോ വരെ മാർക്കറ്റ് വന്നു. ഇവിടുന്ന് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ സൈഡ് വൈസ് പോയി. ഇതായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ നമ്മൾ നാളത്തെ ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളത്തെ നമുക്ക് നോക്കാം. സോ മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഡേ ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അനലൈസ് ഒക്കെ ചെയ്ത് വെച്ചു. ഇത് പ്രീവിയസ് ഡേ ലോ, ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ നമ്മുടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു മേജർ ലിക്വിഡിറ്റിയാണ്. സോ ഇവിടെ നമ്മുടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ നമുക്കൊരു ഇൻറ്റേർണൽ ലോയും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ലിക്വിഡിറ്റി നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇത് നമ്മുടെ ഈ ഏരിയ നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, ഈ ഏരിയ നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. സോ നാളത്തെ നമ്മുടെ പ്ലാൻ ഇത് തന്നെയാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ, അതല്ല മാർക്കറ്റ് രാവിലെ തന്നെ മുകളോട്ടാണ് പോകുന്നെങ്കിൽ, ഇവിടുന്ന് മുകളോട്ടാണ് മാർക്കറ്റ് പോകുന്നെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ലോ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാം. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി എടുക്കാം. സെൽ ഓൺ ദ റൈസ്. നാളത്തെ പ്ലാൻ ഇതാണ്. നമുക്ക് സെൽ ഓൺ ദ റൈസ് തിരിച്ച് ഈ ഹൈ വരെയും അല്ലെങ്കിൽ ഈ ലോ വരെയും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നാളെ നമ്മളെന്താണ്, സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് വീഴുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഹൈ വരെ ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് മുകളിലോട്ട് ചെയ്യാം. ഈ ലോയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചുള്ളിൽ കയറണം. ഇവിടെ കയറിയ മാതിരി, ഇവിടെ നമ്മൾ ഇതിനുള്ളിൽ കയറിയ മാതിരി തിരിച്ചുള്ളിലോട്ട് ഒരു പാറ്റേൺ നമ്മൾ പഠിച്ച മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഹാമർ വട്ടവർ. ഇവിടെയാണെങ്കിൽ ഒരു ഈവനിങ് സ്റ്റാർ നമ്മൾ മുകളിൽ, ഇവിടെയാണെങ്കിൽ എന്താണ് ഒരു ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രെയിമിലൊരു ഡബിൾ ടോപ്പ് വട്ടവർ, എന്തെങ്കിലും ഒരു കാൻഡൽസ്റ്റിക് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. താഴോട്ട് ഇവിടെ സെയിം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ട്രേഡ് എടുക്കാം. അതല്ല മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ലൈക്ക് എ ഡാർക്ക് റെഡ് ക്യാൻഡിൽ, അതായത് നല്ല സ്ട്രോങ് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ നമുക്കത് മനസ്സിലാവും. നല്ല സ്ട്രോങ് ക്യാൻഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചൊരു റീടെസ്റ്റ്, ഒന്നുകിൽ ഈ ക്യാൻഡിലെ സെൻറ്റർ അല്ലെങ്കിൽ ഈ ഹൈ, ഈ റീടെസ്റ്റ് നിന്ന് നമുക്ക് താഴോട്ട് ഈ ലോ വരെ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഈ ലോ വരെ ട്രേഡ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ആ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ നോക്കുക, അവിടെ നിന്ന് എൻട്രി എടുക്കുക. ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, അല്ല ട്രേഡ് ചെയ്യരുത്. ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ട്രേഡ് ചെയ്യുക. ഓക്കെ, ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ട്രേഡ് ചെയ്യുക. ഓക്കെ, താഴോട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ക്യാൻഡിൽ, ഇവിടെ നിന്നൊരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നു, തിരിച്ച് ഈ ക്യാൻഡിൽ വന്ന് ഉള്ളിൽ കയറുന്നു. അപ്പം ലിക്വിഡിറ്റി സ്വീപ്പ്, അതില്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് കയറി നമുക്കിവിടെ മനസ്സിലാവും. അപ്പോൾ ഈ ക്യാൻഡിലും നമ്മൾ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഈ ബ്രേക്കിംഗ് ക്യാൻഡിലാണെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് തിരിച്ച് ഉള്ളിൽ കയറുമെന്ന് കൺഫേമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ എൻട്രിയിൽ എൻട്രി എടുക്കാതെ തിരിച്ച് മാർക്കറ്റ് കയറി വന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഈ ഹൈ നിന്നോ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് വീഴുകയാണെങ്കിലാണ് എൻട്രി ഉള്ളത്. ഓക്കെ,
ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം, ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ചിട്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം ഇതേപോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് ഉള്ളിൽ നിന്ന് മുകളിലോട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതിനാണ് ബ്രേക്ക് ചെയ്ത് കൺഫർമേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ബ്രേക്ക് ചെയ്ത് കൺഫർമേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് മുകളിലോട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് നല്ല സ്ട്രോങ്ങിൽ ബ്രേക്ക് ചെയ്യാൻ വെക്കുക, നല്ല സ്ട്രോങ്ങിൽ ബ്രേക്ക് ചെയ്യാൻ വെക്കുക, നല്ല ഹെവി മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. അപ്പം സെയിം തന്നെ മാർക്കറ്റിൽ തിരിച്ച് വന്നിട്ട് ഈ ഹൈയിൽ സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ എന്തെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ 50 മിനിറ്റ്സ് ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു 5 മിനിറ്റ്സിൽ FEG ഉണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, കാരണം മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ്, ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24 തീയതി മുതൽ ഇന്ന് ഏകദേശം 10 തീയതി ഏകദേശം 1 വീക്കായിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ്. സോ മാർക്കറ്റ് നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ ഒരു ഒരു ഇൻവിസിബിൾ ഡോജി കൂടെയാണ്, ഒരു ഡോജി ക്യാൻഡിലും കൂടെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് അപ്പം നിൽക്കുന്നത് റേഞ്ചിലാണ്. അപ്പോൾ ഈ റേഞ്ച് മാർക്കറ്റിന് പുറത്തോട്ട് മാർക്കറ്റിന് വരണം. അപ്പോൾ റേഞ്ച് മാർക്കറ്റ് പെട്ടെന്ന് മാർക്കറ്റ് ഒറ്റ ഇതിൽ ബ്രേക്ക് ചെയ്തില്ല. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റൊക്കെ ട്രേഡ് എടുക്കുന്ന പോലെ ഇപ്പോൾ ഡെയിലി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്സും ഓർഡർ ബ്ലോക്കും എല്ലാം നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും ട്രേഡ് വരിക. സോ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ലിക്വിഡിറ്റീസാണ്. ഇതൊക്കെ നമ്മുടെ ലിക്വിഡിറ്റികളാണ്. ഓക്കെ, മേജർ ലിക്വിഡിറ്റിയാണ്. പ്രീവിയസ് വീക്ക് ഹൈ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. ഇത് മേജർ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി, ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, സോ ബ്രേക്ക് ചെയ്തതും ഉള്ളോട്ട് കയറുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഹാമർ ക്യാൻഡിൽ, ഇവിടെയാണെങ്കിലോ ഒരു ഇൻവേർട്ടർ ഹാമർ ക്യാൻഡിൽ. ഓക്കെ, കളർ മാറ്റർ അല്ല, എന്ത് കളറും ആവാം. ഓക്കെ, ഒരു ഇൻവേർട്ടർ ഹാമർ ക്യാൻഡിൽ ചെയ്ത് മാർക്കറ്റ് തിരിച്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് ഉള്ളോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ താഴോട്ട്. ഓക്കെ, ഇവിടുന്ന് താഴോട്ട്. ഓക്കെ, ബ്രേക്കിംഗ് ക്യാൻഡിൽ ആൻഡ് ലിക്വിഡിറ്റി ക്യാൻഡിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നോ ട്രേഡിംഗ് സോൺ. നാളെ എക്സ്പയറി ഡേ ആണ്. സോ നല്ല ഒരു മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ലീവ്. നാളെ ട്രേഡ് ചെയ്യേണ്ട. നിങ്ങൾ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുക. ഞാൻ സ്റ്റോക്കിൽ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സ്കാനെക്സിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ടൊരു സ്ക്രീനർ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാം. ഞാൻ സ്ക്രീനർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സ്ക്രീനറിൽ നിന്ന് നല്ല നല്ല എൻട്രീസും ഉണ്ടായിരുന്നു. സ്ക്രീനർ തുറക്കട്ടെ. ഓക്കെ, ORB ബ്രേക്കൗട്ട് സ്ക്രീനറിൽ ഇന്ന് നമുക്ക് ഇൻഫോഡ്ജ് ഉണ്ടായിരുന്നു, അവന്യൂ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു, Paytm ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ Paytmലൊക്കെ എവിടെ ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ടൈപ്പ് ഒരു മൂവ്മെൻറ്റ് ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ സ്ക്രീനറിൽ നിന്ന് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ എവിടെ പോയി എടുക്കുക, നിഫ്റ്റിയിൽ എടുക്കുക, വാട്ടവർ എവിടെ എടുത്താലും പ്രോഫിറ്റിൽ എൻഡ് ചെയ്യുക. റൂൾ അറിയാലോ നിങ്ങൾക്ക്, ഒരു ട്രേഡ് ഒരു ഡേ പ്രോഫിറ്റിലാണെങ്കിലും ലോസ് ആണെങ്കിലും. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ചലഞ്ച് റൂൾ. 30 ട്രേഡ്സ് ഇൻ 30 ഡേയ്സ് വാട്ടവർ, 30 ട്രേഡ്സേ ഉള്ളൂ നമുക്ക്. ഓക്കെ, സോ നമുക്ക് നാളെ കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.